ചില ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ കഴിക്കാറില്ലേ വളരെ സോഫ്റ്റായ ഇഡ്ഡലി. അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു റെസിപ്പി അവിടുത്തെ ഷെഫിനോട് ചോദിച്ചത്. അപ്പോൾ കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നു. ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഇത്രയും സോഫ്റ്റായ ഇഡ്ഡലി അതേ മാവ് വെച്ച് തന്നെ നല്ല ക്രിസ്പി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്ന് നമ്മൾ ഇതിൽ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് ഞാൻ പച്ചരി എടുക്കുന്നുണ്ട്. ഈ കപ്പ് കുറച്ച് വലിയ കപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏത് അളവ് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രമിക്കണം. പച്ചരി നന്നായി കഴുകി നമുക്കിത് കുതിരാനായി വെക്കാം. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കിത് കുതിരാനായി വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഈ ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പും കഴുകി നല്ല വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് സാബൂനരിയാണ്. സാബൂനരി ഇതേപോലെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കഴുകിയത് സാബൂനരിയാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായി വെക്കാം. ഇത് നല്ല വെള്ളം ഒഴിച്ച് തന്നെയാണ് ഞാൻ കുതിരാനായി വെക്കുന്നതുള്ളത്. ഇപ്പോൾ അരി കുതിർത്ത് 3 മണിക്കൂർ സമയമായി. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. എന്നാലാണ് നമ്മളിത് അരക്കുമ്പോൾ നന്നായി മാവ് പൊങ്ങി വരുന്നത്. അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ മാവ് അധികം പൊങ്ങി വരില്ല. അതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ സാബൂനരി നന്നായി തന്നെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. ഈ ഉഴുന്നിൽ അധികമുള്ള വെള്ളം നമുക്കിത് മാറ്റാം. ഞാനൊരു കപ്പിലേക്ക് ഇതാ ഉഴുന്നിൻ്റെ അധികമുള്ള വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരക്കാനായി വേണം. ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് അരഞ്ഞു കിട്ടില്ല കേട്ടോ. അപ്പോൾ അരക്കാനായിട്ട് ആവശ്യമുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഇത് കുതിർത്ത വെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇത്ര വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല സോഫ്റ്റായി തന്നെ അരച്ച് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇതുപോലെ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം. ഉഴുന്ന് അത്രയും നന്നായി അരഞ്ഞു കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റായി തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലാകുമ്പോൾ നമുക്ക് അധികം വെള്ളം ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ രണ്ടാമത് അരി അരച്ചെടുക്കാം. അപ്പോൾ ഇതേ മിക്സി ജാറിലേക്ക് ഞാൻ അരി പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 പിടി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പച്ചരി 2 കപ്പാണല്ലോ എടുത്തിട്ടില്ല. അപ്പോൾ 2 പിടി ചോറാണ് നമുക്ക് വേണ്ടത്. പിന്നെ സാബൂനരി ഇതിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ വെള്ളം ഞാൻ ഉഴുന്ന് കുതിർത്ത വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നാണ് അരി അരക്കാനായി എടുക്കുന്നുള്ളത്. അതിൽ നിന്ന് പകുതി വെള്ളം എടുത്ത് ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സാബൂനരി തരിയൊക്കെ ബാക്കിയുണ്ടാവും. അത് സാരമില്ല, അത് അതുപോലെ തന്നെ ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് അടുത്ത ബാച്ച് കൂടി അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള അരിയും 1 പിടി ചോറും ബാക്കിയുള്ള സാബൂനരി കുതിർത്തതും കൂടി നമ്മൾ ഉഴുന്ന് കുതിർത്ത് ബാക്കി വെള്ളത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ മാവ് പുളിക്കാനും പൊങ്ങി വരാനും ഒക്കെ സഹായിക്കുന്നത്. ഇത്ര നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെക്കാൻ. ഈ സാബൂനരി കുതിർത്ത് ഇഡ്ഡലി കഴിച്ചപ്പം വളരെ സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയും സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഇഡ്ഡലി കിട്ടുന്നുള്ളത്. അത് മാത്രമല്ല ദോശയും നല്ല ക്രിസ്പിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കാനും മസാല ദോശ ആയാലും നല്ല ക്രിസ്പിയായി തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിത് പൊങ്ങാനായി വെക്കാം. ഞാൻ രാത്രിയാണ് പൊങ്ങാനായി വെച്ചിട്ടുള്ളത്. രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കിയത്. ഇപ്പോൾ ഇതാ രാവിലെയായി, മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും ഉഴുന്ന് കുറവായതുകൊണ്ട് മാവ് പൊങ്ങാണ്ടൊന്നും ഇരുന്നില്ല കേട്ടോ. നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുമ്പം അധികം നമ്മളിത് ഇളക്കി കൊടുക്കരുത്. മെല്ലെ മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചെമ്പുണ്ടല്ലോ, അത് വെള്ളമൊഴിച്ച് തിളക്കാനായി വെക്കണം. നല്ല തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണം നമ്മളെപ്പോഴും ഈ തട്ട് ഇറക്കി വെക്കാൻ. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തടവി ഞാൻ തട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇഡ്ഡലി ചെമ്പ് ഇവിടെ വെള്ളമൊഴിച്ച് തിളക്കാനായി വെച്ചിട്ടുണ്ട്.
ഇനി ഇത് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്താണ്. വളരെ സോഫ്റ്റായ ഇഡ്ഡലി തന്നെ നമ്മൾക്ക് കിട്ടും. ഒരിക്കലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയിൽ വെച്ച് ഫ്ലെയിം കുറയ്ക്കരുത്. ഇപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിയൊക്കെ തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇഡ്ഡലി ഇതുപോലെ ഉണ്ടാക്കുന്നില്ല, ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പം ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സാബുനരി ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.